what is ode? Right? What is ode? O-D-E. What is ode? Ode is a type of lyrical stanza. It is an elaborately structured poem which praises or glorifies an event or individual describing nature intellectually as well as emotionally. It consists the strophe, antistrophe, and epode. Then what's ode? Ode എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലിറിക്കൽ സ്റ്റാൻസ. ലിറിക്കൽ സ്റ്റാൻസിൻ്റെ ടൈപ്പ് തന്നെയാണ്. ഒരുപാട് പോയംസ് ഉണ്ടല്ലോ, നമ്മൾ സോണറ്റ്സ് പഠിച്ചു അല്ലേ? സോണറ്റ് പോലെ വേറൊരു ഫോമാണ് ഓഡ് എന്ന് പറയുന്നത്. അപ്പം ഓഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലിറിക്കൽ സ്റ്റാൻസ, ഒരു സ്ട്രക്ചേർഡ് പോയമാണ്. ആ പോയത്തിൽ എന്താണ് പറയുന്നത്? അത് എന്തെങ്കിലും ഒരു ഈവൻറ്റിനെ അല്ലെങ്കിൽ ഇപ്പോൾ നാച്ചുറിൻ്റെ എന്തെങ്കിലും ഒരു നേച്ചറിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകതയെ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സീസണിനെ അങ്ങനെ എന്തെങ്കിലും ഈവൻറ്റിനെ അല്ലെങ്കിൽ അങ്ങനെ എന്തിനെങ്കിലും എന്താണ് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രേസ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു സ്ട്രക്ചർ ഓഫ് പോയത്തെയാണ് നമുക്ക് ഓഡ് എന്ന് പറയാൻ കഴിയുക. അപ്പോൾ ഈ ഓഡിൽ 3 പാർട്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ട്രഡീഷണലി അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു 3 പാർട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സ്ട്രോഫി, പിന്നെ ആൻറ്റിസ്ട്രോഫി ആൻഡ് എപ്പോഡ്, അങ്ങനെ 3 പാർട്സാണ് ഈ ഓഡിൽ ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കലി ഓഡിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഹിയർ വി വാണ്ട് ടു സ്റ്റഡി ദ പോയം ഓഡ് ടു ഓട്ടം written by John Keats. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ജോൺ കീറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? ഹൂ ഈസ് ജോൺ കീറ്റ്സ്? ജോൺ കീറ്റ്സ് 1819 ഓഡ്സ് ഉണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. ജോൺ കീറ്റ്സിൻ്റെ 1890 ഓഡ്സിനെ കുറിച്ച് നോക്കാം. ഏതൊക്കെയാണ്? മെയിനായിട്ട് 6 ഓഡ്സാണ് വരുന്നത്. ജോൺ കീറ്റ്സിൻ്റെ 6 ഓഡ്സാണ് ഈ 1819 പബ്ലിഷ് ചെയ്തതായിട്ട് വരുന്നത്. അതേതൊക്കെയാണ്? ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, Ode on Indolence, Ode on Melancholy, Ode on to a Nightingale, and Ode to Psyche, and Ode to Autumn. അങ്ങനെ 6 ഓഡ്സ് ആണ് മേജറായിട്ട് വരുന്ന ഓഡ്സ് എന്ന് പറയുന്നത്. ഈ 6 ഓഡ്സ് ആണ്. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു 6 ഓഡ്സ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ എഴുതുമ്പോൾ ഇപ്പോൾ ഓഡ് ടു ഓട്ടത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിലൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ 6 ഓഡ്സിനെ കുറിച്ച് ഈ ഒരു പേരെങ്കിലും നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു 6 ഓഡ്സിൻ്റെ പേര് നിങ്ങൾ എന്താണ് മസ്റ്റായിട്ടും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി നമുക്ക് എന്താണ് ജോൺ കീറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ജോൺ കീറ്റ്സ് ആണ് നമ്മുടെ ഓഡ് ടു ഓട്ടം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ജോൺ കീറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജോൺ കീറ്റ്സ് ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള പോയറ്റാണ് അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പോയറ്റായിരിക്കും ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സ് വാസ് ബോൺ ഓൺ 31st October 1795. 31st October 1795 ജോൺ കീറ്റ്സ് ജനിക്കുന്നത്. ജോൺ കീറ്റ്സ് ആരുടെ മകനായിട്ടാണ് ജനിക്കുന്നത്? സൺ ഓഫ് തോമസ് കീറ്റ്സ് ആൻഡ് ഫ്രാൻസിസ് കീറ്റ്സ്. തോമസ് കീറ്റ്സിൻ്റെയും ഫ്രാൻസിസ് കീറ്റ്സിൻ്റെയും മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? ജോൺ കീറ്റ്സ് ജനിക്കുന്നത്. അപ്പോൾ ജോൺ കീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാജിക് ലൈഫാണ് ശരിക്കും അദ്ദേഹം നയിച്ചത്. വളരെ കുറച്ചാണ്. നമ്മുടെ ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ നോക്കൂ, 1795 മുതൽ 1821 ഏകദേശം ഒരു 25 വയസ്സ് വരെ മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പം വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു 1805 മരിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് മൂലമാണ് അച്ഛൻ മരിക്കുന്നത്. പിന്നെ ട്യൂബർകുലോസിസ് മൂലം അമ്മ 1810 മരിക്കുന്നുണ്ട്. അപ്പോൾ 1810 ട്യൂബർകുലോസിസ് മൂലം അമ്മയും മരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സങ്കടകരമായ ഒരു ലൈഫാണ് ജോൺ കീറ്റ്സ് നയിച്ചിരുന്നത്. പിന്നെ ജോൺ കീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയം എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് പോയം എന്ന് പറയുന്നത് ഓ സോളിറ്റ്യൂഡാണ്. ഫസ്റ്റ് പോയമായിട്ട് പറയുന്നത്. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മേജർ പോയമായിട്ട് പറയുന്നത് ഏതാണ്? ഓൺ ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ. എന്നതാണ് ഹിസ് ഫസ്റ്റ് മേജർ പോയം. വാസ് ഓൺ ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ.
and he died in 1821 because of tuberculosis. അപ്പോൾ ജോൺ കീറ്റ്സും എന്താണ് ഈ 1821 ട്യൂബർക്ലോസിസ് മൂലമാണ് ജോൺ കീറ്റ്സും മരിക്കുന്നത്. റോമിൽ വെച്ചാണ് അദ്ദേഹം എന്താണ് മരിക്കുന്നത്. അപ്പോൾ 1821 ട്യൂബർക്ലോസിസ് വന്നിട്ട് എന്താണ് നമ്മുടെ ജോൺ കീറ്റ്സും മരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും ഈ ഒരു അസുഖം മൂലമാണ് മരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യങ്ങർ ബ്രദറായ ടോം, ഈ ടോം മരിക്കുന്നതും ഈ ഒരു അസുഖം മൂലമാണ്. അപ്പോൾ 1820 ആയപ്പോഴേക്കും എന്താണ് നമ്മുടെ ജോൺ കീറ്റ്സിൻ്റെയും ഈ ഒരു ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഡിറ്റീറിയേറ്റഡ് ആയി മാറി, എന്ന് വെച്ചാൽ മോശമായി മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ലവർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലവറിൻ്റെ പേരായിരുന്നു ഫാനി ബ്രൗൺ. അങ്ങനെ ഫാനി ബ്രൗണിനെ കാണാൻ വേണ്ടിയിട്ട് എന്താണ് റോമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ടാണ് തീരെ വയ്യാതെയായിട്ട് എന്താണ് ബെറ്റർ ക്ലൈമറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നെ അവിടെ എന്താണ് ഈ ഒരു അവിടെ വെച്ചിട്ട് 1821 അദ്ദേഹം എന്താണ് ഈ ഒരു ട്യൂബർക്ലോസിസ് മൂലം തന്നെ മരിക്കുന്നത് റോമിൽ വെച്ചിട്ട്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഷെല്ലി, നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള പോയറ്റാണ് ഷെല്ലി. ഷെല്ലിൻ്റെ പോയമുണ്ട് അഡോണൈസ് എന്ന് പറഞ്ഞൊരു പോയം അല്ലേ. അഡോണൈസ്, ADONAIS, അഡോണൈസ് എന്ന് പറഞ്ഞ ഷെല്ലിയുടെ പോയമുണ്ട്. അപ്പോൾ അതെന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള പോയമാണ് അല്ലേ. ഷെല്ലിയുടെ ഫേമസ് പോയമാണ് അഡോണൈസ്, പബ്ലിഷ് ഇൻ 1821. ഇറ്റ് വാസ് ആൻ എലജി റിട്ടൺ ഇൻ മെമ്മറി ഓഫ് ഹിസ് ഗ്രേറ്റ് പോയറ്റ് ഫ്രണ്ട് ജോൺ കീറ്റ്സ്. അപ്പോൾ എന്താണ് ഷെല്ലിയുടെ അഡോണൈസ് എന്ന് പറഞ്ഞ 1821 ഇറങ്ങിയ പോയം, അതൊരു എലിജിയാണ്. എലിജി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വിലാപം ആയിട്ട് അല്ലെ, വിലാപകാവ്യം മാതിരിയുള്ളതാണ്. ഒരാൾ മരണപ്പെട്ട് അയാളുടെ ആ ഒരു സങ്കടത്താൽ ആ ഒരു വിലാപത്തോട് കൂടി എഴുതുന്ന പോയമാണ്. അപ്പോൾ ആ ഒരു പോയമാണ് അഡോണൈസ് എന്ന് പറയുന്നത്. അപ്പം ഷെല്ലിയുടെ അഡോണൈസ് ആരെക്കുറിച്ചുള്ള എലിജിയാണ്? ഇൻ മെമ്മറി ഓഫ് ഹിസ് ഗ്രേറ്റ് പോയറ്റ് ഫ്രണ്ട് ജോൺ കീറ്റ്സിനെ കുറിച്ചുള്ള എലിജിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു പോയറ്റിൽ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജോൺ കീറ്റ്സിൻ്റെ പോയം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അധികം പോയംസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സെലിബ്രേഷൻ ഓഫ് ദ ബ്യൂട്ടി ഓഫ് നേച്ചറിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചുള്ള സെലിബ്രേഷൻ. അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് മരണത്തെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയത്തിൽ നമുക്ക് ഐഡിയ ഓഫ് മോർട്ടാലിറ്റി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹി എക്സ്പ്ലെയിൻസ് ഇൻസെപ്പറബിലിറ്റി ഓഫ് ദ ഓപ്പോസിറ്റ്സ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ, ജോയ് ആൻഡ് സോറോ, ലൈഫ് ആൻഡ് ഡെത്ത്, ഹാപ്പിനെസ് ആൻഡ് മെലങ്കലി. അപ്പോൾ എന്താണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയംസിൽ നോക്കിയാൽ കാണുന്നതാണ്. ആൻഡ് ഹി എക്സ്പ്ലെയിൻസ് ഇൻസെപ്പറബിലിറ്റി ഓഫ് ദ ഓപ്പോസിറ്റ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. എന്ന് വെച്ചാൽ പ്ലഷറും പെയിനും എന്താണ് ഒരിക്കലും ഇൻസെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് പ്ലഷറും പെയിന് എന്നും. എന്താണ് വെച്ചാൽ സന്തോഷവും എന്താണ് സങ്കടവും, അതുപോലെ തന്നെ എന്താണ് വിഷമവും നമ്മുടെ ആനന്ദവും എല്ലാം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും എന്താണ് അത് ഇൻസെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അതെപ്പോഴും എന്താണ് രണ്ട് ഭാഗങ്ങളും നമുക്ക് ലൈഫിൽ ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു ഇൻസെപ്പറബിലിറ്റിയെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പോംസിലൊക്കെ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം കീറ്റ്സ് എന്താണ് ഒരു റൊമാൻറ്റിക് പോയറ്റാണ് അല്ലേ. കീറ്റ്സ് വാസ് എ റൊമാൻറ്റിക് പോയറ്റ്. നമുക്കറിയാം റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ലിറിക്കൽ ബാലഡ്സ് നമ്മുടെ കോളേജും വേഴ്സ്വർത്തും ഒക്കെ ഇതാക്കിയ ലിറിക്കൽ ബാലഡ്സിലൂടെ അതിൻ്റെ പബ്ലിക്കേഷനിൽ കൂടിയാണ് ഈ ഒരു റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ബിഗാൻ ചെയ്യുന്നത്. അപ്പോൾ കീറ്റ്സ് എന്താണ് ഒരു റൊമാൻറ്റിക് പോയറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം ആ പോയംസിൽ വരുന്ന തീംസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് നിസ്സംശയം തന്നെ അത് പറയാൻ കഴിയും. അപ്പം കീറ്റ്സ് എന്താണ് ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഓട്ട് ഓട്ടത്തെക്കുറിച്ചിട്ടാണ്. അതാണ് നമുക്ക് പഠിക്കാനുള്ള പോയം അല്ലേ. ഓട്ട് ഓട്ടം എന്ന് പറയുന്നത് ഈ ഒരു പോയം റിട്ടൺ ചെയ്യുന്നത് 19 സെപ്റ്റംബർ 1819 19 സെപ്റ്റംബർ 1819 ഈ പോയം എഴുതുന്നത്. ദ പോയം ഇസ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് ബ്യൂട്ടി ഇൻ ദ നെഗ്ലക്റ്റഡ് ഡിഗ്ലാമറൈസ്ഡ് ആസ്പെക്ട്സ് ഓഫ് നാച്ചർ ആൻഡ് ലൈഫ്. ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ ഇതൊരു അറ്റംപ്റ്റാണ്. എന്തൊരു അറ്റംപ്റ്റ്
അറ്റംപ്റ്റ് ആണ് ടു ഫൈൻഡ് ബ്യൂട്ടി ഇൻ ദ നെഗ്ലക്റ്റഡ് ഡീഗ്ലാമറൈസ്ഡ് ആസ്പെക്ട്സ് ഓഫ് നേച്ചർ ആൻഡ് ലൈഫ്. നമുക്കറിയാം, ഇപ്പോൾ അധികം പോയിംസ് നോക്കുകയാണെങ്കിലും അധിക പോയിറ്റ്സും എഴുതിയിട്ടുള്ളത് എന്താണ്, ഏറ്റവും സുന്ദരമായ സീസൺസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നേച്ചറിൽ അല്ലെങ്കിൽ ലൈഫിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഗ്ലാമറസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പോയത്തിലൂടെ എന്താണ്, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ്, അതൊരു അറ്റംപ്റ്റാണ്. എന്തിനുള്ള അറ്റംപ്റ്റാണ്? ടു ഫൈൻഡ് ബ്യൂട്ടി, സൗന്ദര്യം കാണാനുള്ള ശ്രമമാണ്. എന്തിൽ? നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള, എല്ലാവരാലും അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ ഗ്ലാമർ ഇല്ലാത്ത അല്ലെങ്കിൽ ഡീഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ നേച്ചറിലും ലൈഫിലും ഒക്കെ, പ്രകൃതിയിലും ലൈഫിലും ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. എല്ലാവരിൽ നിന്നും നെഗ്ലക്റ്റ് ആയിട്ടുള്ള ഡീഗ്ലാമറസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലുള്ള ബ്യൂട്ടി കണ്ടെത്തുക എന്നുള്ളത് ഈ നമ്മുടെ ജോൺ കീറ്റ്സിൻ്റെ ഒരു ശ്രമമായിരുന്നു പല പോയിംസിലും. അപ്പോൾ ഈ ഒരു പോയത്തിലും, നമ്മുടെ ഓഡ് ടു ഓട്ടം എന്ന പോയത്തിലും എന്താണ്, ഓട്ടം സീസണിനെ കുറിച്ചിട്ട് അധികം ആരും എഴുതാറില്ല. ഓട്ടത്തെക്കുറിച്ച് ഒരുപാടൊന്നും എഴുതാൻ, അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ടൊന്നും ആർക്കും എഴുതാനില്ല. പക്ഷേ എന്താണ്, നമ്മുടെ ജോൺ കീറ്റ്സ് ഓഡ് ടു ഓട്ടത്തിലൂടെ ഓട്ടത്തിനെ ഒരു നല്ലൊരു സീസണായിട്ട്, ഒരു ബ്യൂട്ടിഫുൾ സീസണായിട്ട് അതിനെക്കുറിച്ച് എന്താണ് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡീഗ്ലാമറൈസ്ഡ് ആയിട്ട് കാണുന്ന ഈ ഒരു സീസണിനെ വളരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ ഓഡ് ടു ഓട്ടം എന്ന് പറയുന്ന ഈ ഒരു ഓഡ് അല്ലെങ്കിൽ ഈ ഒരു പോയം. അപ്പം ഈ ഒരു പോയം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3 സ്റ്റാൻസകളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ദ പോയം ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റാൻസാസ് ഓഫ് 11 ലൈൻസ് റിട്ടൺ ഇൻ അയാംബിക് പെൻറ്റാമീറ്റർ. അയാംബിക് പെൻറ്റാമീറ്ററിൽ 3 സ്റ്റാൻസാസിൽ ഓരോ സ്റ്റാൻസയിലും 11 ലൈൻസ് ആയിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അയാംബിക് പെൻറ്റാമീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അയാംബിക് പെൻറ്റാമീറ്റർ എന്താണെന്നൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ച കാര്യങ്ങളാണ്. എന്താണ്, ഒരു അൺസ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ബൈ എ സ്ട്രെസ്ഡ് സിലബിൾ അല്ലേ. ഒരു അൺസ്ട്രെസ്ഡ് സിലബിൾ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രെസ്ഡ് സിലബിൾ. അങ്ങനെയുള്ള അയാംബിക് പെൻറ്റാമീറ്ററിലാണ് നമ്മുടെ ഓഡ് ടു ഓട്ടം നമ്മുടെ ജോൺ കീറ്റ്സ് എഴുതിയിട്ടുള്ളത്. ഷേക്സ്പിയറിൻ്റെ ഒരുപാട് പോയിംസ് നോക്കുകയാണെങ്കിൽ, നമുക്ക് സോണറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അയാംബിക് പെൻറ്റാമീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഓഡ് ടു ഓട്ടം എഴുതിയിട്ടുള്ളതും എന്താണ്, നമ്മുടെ അയാംബിക് പെൻറ്റാമീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 3 സ്റ്റാൻസാസ് ആണ് വരുന്നത്. 11 ലൈൻസ് ആയിട്ട് 3 സ്റ്റാൻസാസ് ആണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ്, ഓഡ് ടു ഓട്ടം എന്ന് പറഞ്ഞ പോയത്തിൻ്റെ ലൈൻസിലേക്ക് നമുക്ക് പോകാനുണ്ട് അല്ലേ. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് എന്താണ് ഈ ഒരു 3 സ്റ്റാൻസയിലും എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ്, ഫസ്റ്റ് സ്റ്റാൻസ അഡ്രസ്സസ് ദ ഓട്ടം ആസ് ദ ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് ദ സൺ. ഫസ്റ്റ് സ്റ്റാൻസയിൽ ഫസ്റ്റായിട്ട് തന്നെ പറയുന്നത് എന്താണ്, ഓട്ടം സീസണിനെ എന്താണ്, സണ്ണിൻ്റെ, സൂര്യൻ്റെ ബോസം ഫ്രണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് എന്താണ് ഓട്ടം സീസണിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഫസ്റ്റ് ലൈനിൽ. ആ ഒരു സെക്കൻഡ് ലൈനിൽ അങ്ങനെയാണ്, ഫസ്റ്റ് സ്റ്റാൻസയിൽ ഫസ്റ്റ് ഭാഗത്ത് തന്നെ അങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ചാൽ ഓട്ടം സീസണെ ഒരു ഫീമെയിൽ ഗോഡസ് ആയിട്ടാണ് അങ്ങനെയാണ് പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ തേർഡിൽ എന്താണ്, തേർഡ് എൻസോസ് ഇറ്റ് ബൈ ആസ്കിങ് ടു ലിസൺ ടു ഇറ്റ്സ് ഓൺ മ്യൂസിക്. അതിൻ്റെ തന്നെ മ്യൂസിക്കിനെ, ഓട്ടം സീസണിൻ്റെ മ്യൂസിക്കിനെ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ ഒരു രീതിയിലാണ് തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. അങ്ങനെ 3 സ്റ്റാൻസാസാണ് വരുന്നത്, ഓരോന്നിലും 11 ലൈൻസ് ആണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓഡ് ടു ഓട്ടം വരുന്നത്. നമുക്ക് ഈ ഒരു ഓഡ് ടു ഓട്ടം നോക്കുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ വായിക്കുമ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോയമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു ലൈനായിട്ട് നമ്മളത് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ഫസ്റ്റ് 6 വായിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് എന്തായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനൊക്കെ അങ്ങനത്തെ യൂണിവേഴ്സിറ്റി എക്സാമിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വളരെ ഈസി ആയിട്ടുള്ള പോയമാണ്. നിങ്ങൾ ലൈൻ ബൈ ലൈൻ അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ജസ്റ്റ് ഒരു സമ്മറി ഒന്നും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓരോ ലൈനും എന്താണെന്ന് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ. Okay, now let's go through the poem. Ode to Autumn. Season of mist and mellow fruitfulness, close bosom friend of the maturing sun, conspiring with him how to load and bless with fruit the vines that drown the thatched strand,
to bend with apples the most cottage trees. Here, the poet is addressing autumn season. That is why the poem is titled as Ode to Autumn. അല്ലേ? ഇവിടെ എന്താണ് ഓഡ് ടു ഓട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയത്തിൽ ഓട്ടം സീസണിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അല്ലേ? ഓട്ടം സീസണിനെ നമുക്ക് ഈ ഒരു പോയം നോക്കുകയാണെങ്കിൽ ഓട്ടം സീസണിനെ പെർസോണിഫൈ ചെയ്തിട്ടാണ്. ഫിഗർ ഓഫ് സ്പീച്ച് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പെർസോണിഫിക്കേഷനാണ്. ഓട്ടം സീസണിനെ പെർസോണിഫൈ ചെയ്തതെന്ന് വെച്ചാൽ ഓട്ടം സീസൺ ഒരു സീസണാണല്ലോ, ഓട്ടം എന്ന് പറഞ്ഞ ഒരു സീസണാണ്. പക്ഷേ അതിന് പേഴ്സൻ്റെ ക്വാളിറ്റി കൊടുക്കുകയാണ്. അതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജീവനില്ലാത്തൊരു വസ്തുവാണ്, അതിന് നമുക്ക് എന്താണ് ഒരു ജീവൻ കൊടുക്കുകയാണ്, ഒരു പേഴ്സൻ്റെ ക്വാളിറ്റിയാണത്, അത് കൊടുക്കുകയാണ്. അതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നുണ്ട്. അത് നമുക്ക് പോയത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഓഡ് ടു ഓട്ടം നമ്മൾ പറഞ്ഞിരുന്നു അയാംബിക് പെൻഡാമെട്രിലാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ലൈൻ നോക്കൂ, നമുക്ക് ഒരു ലൈൻസിലൂടെ പോവാം. ഫസ്റ്റ് ലൈൻ നോക്കൂ, സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ് അല്ലേ? സീസൺ ഓഫ് മിസ്റ്റ് എന്താണ്? ഫോഗിൻ്റെ, മൂടൽമഞ്ഞിൻ്റെ സീസണാണ്. അപ്പോൾ സീസൺ ഓഫ് മിസ്റ്റ് ആണ്. ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ്, മെലോ ഫ്രൂട്ട്ഫുൾനെസ് എന്നാണ് പറയുന്നത്. എന്താണ് ഫ്രൂട്ട്ഫുൾനെസ്? ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള, എന്ന് വെച്ചാൽ ഒരു ഫലഭൂയിഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ ഫെർട്ടൈലായിട്ടുള്ള, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഫ്രൂട്ട്ഫുൾനെസ്സിനെ അല്ലേ? അപ്പം ഫോഗിൻ്റെ സീസണാണ് പ്രൊഡക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഫെർട്ടൈലിൻ്റെ ഒരു ഫെർട്ടൈലായിട്ടുള്ള ഒരു സീസണായിട്ട് നമുക്ക് എന്താണ് ഓട്ടം സീസണെ കാണാമെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ദ ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്യൂറിങ് സൺ. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്യൂറിങ് സൺ. മെച്യൂറിങ് സണ്ണിൻ്റെ എന്താണ്? ക്ലോസ് ബോസം ഫ്രണ്ടാണ്. ബോസം ഫ്രണ്ടാണ്. ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് ഫ്രണ്ട്, ഡിയേഴ്സ് ഫ്രണ്ടാണ്. മെച്യൂറിങ് സൺ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സൂര്യൻ. സൂര്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ഇവിടെ എന്താണ് ഓട്ടം സീസണിനെ പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ? സണ്ണും ഓട്ടം സീസണും വളരെ ക്ലോസ്ഡ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. മെച്യൂറിങ് സൺ പറയുന്നത് എന്താണ്? സൺ ഈസ് ഗെറ്റിംഗ് ഓൾഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെച്യൂറിങ് സൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൺ എന്താണ്? ഓൾഡറായി വരികയാണ് അല്ലേ? അപ്പോൾ സണ്ണ് ഈസ് ഗെറ്റിംഗ് ഓൾഡർ. അപ്പോൾ മെച്യൂറിങ് സണ്ണിൻ്റെ ബോസം ഫ്രണ്ടായിട്ടാണ് നമ്മുടെ ഓട്ടം സീസണിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ഓട്ടം ഈസ് പേഴ്സോണിഫൈഡ്. ഓട്ടം ഇവിടെ പേഴ്സോണിഫൈ, ഓട്ടം സീസണിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ് പോയിറ്റ് അല്ലേ? അതുകൊണ്ടല്ലേ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട്സ് എന്നുള്ളതൊക്കെ ഒരു പേഴ്സൺ, ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ ആണ് അല്ലേ? ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ഓട്ടം സീസണിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ് ആസ് എ ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്യൂറിങ് സൺ. ഇനി തേർഡ് ലൈൻ നോക്കൂ, കൺസ്പയറിങ് വിത്ത് ഹിം ഹൗ ടു ലോഡ് ആൻഡ് ബ്ലെസ്. അപ്പോൾ ആരൊക്കെയാണ് നല്ല ബോസം ഫ്രണ്ട്സായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഓട്ടം സീസണും മെച്യൂറിങ് സണ്ണും എന്താണ് ഇവിടെ എന്താണ്? ക്ലോസ് ബോസം ഫ്രണ്ട്സാണ് അല്ലേ? അവരെന്താണ് കൺസ്പയർ ചെയ്യുന്നത്? അവർ രണ്ടുപേരും കൂടി എന്താണ് സ്വകാര്യം, അല്ലെങ്കിൽ എന്താണ് അവർ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന എന്താണ്? ഹൗ ടു ലോഡ് ആൻഡ് ബ്ലെസ് വിത്ത് ത്രൂ ദ വൈൻസ് ദാറ്റ് റൗണ്ട് ദ താച്ചു സ്റ്റാൻഡ്. എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രൂട്ട്സിനെയൊക്കെ നല്ല രീതിയിൽ ബ്ലെസ് ചെയ്യാം എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൂട്ട്സ് എങ്ങനെ ഇതാക്കാം, അല്ലെങ്കിൽ അവയൊക്കെ എങ്ങനെ പഴുപ്പിക്കാം, അങ്ങനെയുള്ള ഹൗ ടു ലോഡ് ആൻഡ് ബ്ലെസ് വിത്ത് ഫ്രൂട്ട്സിനെ, എല്ലാ ഫ്രൂട്ട്സിനെയും എങ്ങനെ ലോഡ് ചെയ്യാം, എങ്ങനെ ബ്ലെസ് ചെയ്യാം എന്നുള്ള ഒരു കൺസ്പയറിംഗ് ആണ് ഓട്ടം സീസണും സണ്ണും കൂടി നടത്തുന്നത്. വിത്ത് ഫ്രൂട്ട് ദ വൈൻസ് ദാറ്റ് റൗണ്ട് ദ താച്ചൂസ് റൺ. അപ്പം ഈ താച്ചസ് ഉണ്ടാവില്ലേ? താച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാസ്റ്ററൽ ഇമേജറിയാണ്. ഒരുപാട് ഇമേജറീസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. താച്ച് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററൽ ഇമേജറിയാണ്. എന്ന് വെച്ചാൽ താച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടേജസ്, അവിടെ ഈ നമ്മുടെ ഷെപ്പേർഡ്സ് ഷീപ്സ്, ആട്ടിടയന്മാർ ഈ ഷീപ്സുമായിട്ടൊക്കെ താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ റൂറൽ പീപ്പിൾ താമസിക്കുന്ന സ്ഥലത്തിനൊക്കെ നമുക്ക് എന്താണ് താച്ച് കോട്ടേജസ് എന്ന് പറയാം.
അപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ഇത് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ മേലെ റൂഫായിട്ട് വരുന്നത് എന്തെങ്കിലും പ്ലാന്റ്സ് ആയിരിക്കും റൂഫായിട്ട് വരുന്നുണ്ടാവുക. റീഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അതിന് റൂഫ്സ് ആയിട്ടുണ്ടായിരിക്കുക. അതിനാണ് താച്ച് കോട്ടേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ താച്ച് കോട്ടേജസിൻ്റെ മേലെ കൂടി എന്താണ് മുന്തിരിവള്ളികൾ പോകുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയൊക്കെ എന്താണ് കൂടുതൽ എങ്ങനെ ലോഡ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെ അതിനെ ബ്ലെസ് ചെയ്യാം എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ അതിനെ പഴുപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരെന്താണ് ഓട്ടം സീസണും നമ്മുടെ സണ്ണും കൂടി കോൺസ്പയർ ചെയ്യുന്നത്. മുന്തിരിവള്ളികളെ എങ്ങനെ പഴുപ്പിക്കാം, അവയെ എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം, കൂടുതൽ ഫ്രൂട്ട്സ് എങ്ങനെ ഇതാക്കാം. നമ്മൾ പറഞ്ഞു അല്ലെ മെല്ലോ ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെ സീസണാണെന്ന് പറഞ്ഞു അല്ലേ, എന്ന് വെച്ചാൽ ഫെർട്ടൈൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സീസണാണ്. അപ്പോൾ എങ്ങനെയൊക്കെ പ്രൊഡക്റ്റീവ് ആക്കാം, നമ്മുടെ നേച്ചറിലുള്ള ഓരോ വസ്തുവിനെയും ഓരോ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ എങ്ങനെയൊക്കെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റും, എങ്ങനെയൊക്കെ ഫെർട്ടൈലാക്കി മാറ്റാമെന്നുള്ള ഒരു കോൺസ്പയറിംഗ് ആണ് സൂര്യനും ഓട്ടം സീസണും കൂടി നടത്തുന്നത്. ടു ബെൻ വിത്ത് ആപ്പിൾസ് ദ മോസ്റ്റ് കോട്ടേജ് ട്രീസ്, അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ടു ബെൻ വിത്ത് ആപ്പിൾസ് ദ മോസ്റ്റ് കോട്ടേജ് ട്രീസ്, അതുപോലെ തന്നെ ആപ്പിൾ ട്രീസിനെ എങ്ങനെയൊക്കെ കൂടുതൽ ബ്ലെസ് ചെയ്യിപ്പിക്കാം എന്ന് വെച്ചാൽ ഒരുപാട് ആപ്പിൾസ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് അവയെ പഴുപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു കോൺസ്പയറിംഗ് ആണ് അവർ നടത്തുന്നത്. ബെൻ വിത്ത് ആപ്പിൾസ് ദ മോസ്റ്റ് കോട്ടേജ് ട്രീസ്, പിന്നെ എന്താണ് ആപ്പിൾസ് ട്രീസിനെ എത്രത്തോളം ഒരുപാട് ആപ്പിൾസ് കൊടുത്ത് എത്രത്തോളം ബെൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഗ്രൗണ്ട് വരെ ബെൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഒരു സീസണിൽ. അപ്പോൾ കോട്ടേജ് ട്രീസിൽ ഒരുപാട് ആപ്പിൾ ഉണ്ട്, അതിൽ ചിലതൊക്കെ എന്താണ് മോസുമായി കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മോസ് എന്ന് പറഞ്ഞാൽ ഒരു തരം എന്താ പറയുക തിക്ക് ആൻഡ് ലോ ഗ്രീൻ സ്റ്റഫാണ്. എന്ന് വെച്ചാൽ പുല്ല് മാതിരി കണ്ടാൽ തോന്നും, അങ്ങനെയുള്ള ഒരു തിക്ക് ആൻഡ് ഗ്രീൻ ആയിട്ടുള്ള ഒരു സ്റ്റഫ് പല സാധനത്തിൻ്റെ മേലും കവർ ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ കോട്ടേജിലുള്ള ആപ്പിൾ ട്രീസിൻ്റെ മേലെ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവിടെയുള്ള ആ ഒരു ആപ്പിൾ ട്രീസിനൊക്കെ എത്രത്തോളം ആപ്പിൾസ് കൊടുത്ത് ബെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്, ഗ്രൗണ്ട് വരെ ഒരുപാട് ആപ്പിൾസ്. കാരണം എന്താണ് ഇവയ്ക്ക് വെയിറ്റ് കൊണ്ട് എന്താണ് ഗ്രൗണ്ട് വരെ ബെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത് നെക്സ്റ്റ് ലൈൻ എന്താ പറയുന്നത് ആൻഡ് ഫിൽ ഓൾ ഫ്രൂട്ട് വിത്ത് റൈപ്നെസ് ടു ദ കോർ. അപ്പം ഗ്രേപ്സും അതേപോലെ ആപ്പിൾസും മാത്രമല്ല എല്ലാ ഫ്രൂട്ട്സിനും എത്രത്തോളം സ്വീറ്റ്നെസ് കൊടുക്കാൻ കഴിയുമോ അതൊക്കെയാണ് ഇവരെന്താണ് സണ്ണും ഓട്ടം സീസണും തമ്മിൽ കോൺസ്പയർ ചെയ്യുന്നത്. To swell the gourd and plumb the hazel shells with a sweet kernel to set budding more and still more lighter flowers for the bees until they think warm days will never cease for summer has opened their clammy cells. അതുപോലെ തന്നെ ഗോഡ്സ് ഒരുപാട് പംകിൻ മാതിരി മറ്റ് മാതിരിയുള്ള ഗോഡ്സ് ഉണ്ടാവില്ലേ, നമ്മൾക്ക് നിലത്ത് കൂടി ഉണ്ടാവുന്ന ഒരുപാട് ഗോഡ്സ് ഉണ്ട്, പംകിൻ കുക്കുംബർ മാതിരിയുള്ള. അപ്പോൾ അങ്ങനെയുള്ള വെജിറ്റബിൾസിനൊക്കെ എങ്ങനെയൊക്കെ സ്വെല്ല് ചെയ്യിപ്പിക്കാം, ബലൂൺസ് മാതിരി എത്രത്തോളം സ്വെല്ല് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം ബിഗ് ആക്കാം, എത്രത്തോളം ഫുള്ളാക്കാം. അതുപോലെ ഹെസൽ ഷെൽസ് എന്ന് പറഞ്ഞാൽ ഹെസൽ പ്ലാന്റ് ഉണ്ട്. ഈ ഹെസൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു നട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഈ കോഫിയിലൊക്കെ എന്താണ് നമുക്ക് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടില്ലേ, ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് ഈ ഒരു നട്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്ലാന്റാണ് ഹാസൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹസൽ ഷെൽസിനൊരു സ്വീറ്റ്നെസ് ഉണ്ടായിരിക്കും. ആ ഒരു സ്വീറ്റ്നെസ് എത്രത്തോളം പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ഇത് കൊടുക്കാൻ ബ്ലെസ് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടം സീസണിലും ഒരുപാട് ഫ്ലവേഴ്സ് എന്താണ് ബ്ലൂം ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫ്ലവേഴ്സ് ഓട്ടം സീസണിലും ബ്ലൂം ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ആൻഡ് ലൈറ്റർ ഫ്ലവേഴ്സ് ഫോർ ദി ബീസ് അണ്ടിൽ ദി തിങ്ക് വാം ഡേയ്സ് വിൽ നെവർ സീസ്. അപ്പോൾ ബീസൊക്കെ എന്താണ് ഈ ഫ്ലവേഴ്സിൽ നിന്ന് എന്താണ് സ്വീറ്റ് സക്ക് ചെയ്യുന്നുമുണ്ട്. പക്ഷേ എന്താണ് ബീസിനെ സംബന്ധിച്ച് എന്താണ് സമ്മർ സീസണിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു ഫ്ലവേഴ്സ് എന്നാണ് ബീസിൻ്റെ ഒരു ബീസ് അല്ലെങ്കിൽ അങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നത്. സമ്മർ സീസണിൽ ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഈ ഓട്ടം സീസണിൽ ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് എന്നുള്ള ഒരു ഇതാണ് ബീസ് കരുതി വെച്ചിട്ടുള്ളത്. അണ്ടിൽ ദേ തിങ്ക് വാം ഡേയ്സ് വിൽ നെവർ സീസ്. അവർ കരുതി വെച്ചിട്ടുള്ളത് എന്താണ് വാം ഡേയ്സ് എന്താണ് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. സീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. വാം ഡേയ്സ് ഈ വാം ഡേയ്സ് എന്താണ് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല എന്നാണ് ബീസ് കരുതി വെച്ചിരുന്നത്. ഫോർ സമ്മർ ഹാസ് ഓപ്പണിംഗ് ദയർ ക്ലാമി സെൽസ്.
അവർ ലോങ് ആൻഡ് വാം സമ്മർ ഡേയ്സ്, അപ്പോൾ കഴിഞ്ഞു പോയ ലോങ് ആൻഡ് വാം സമ്മർ ഡേയ്സിൽ ഈ ബീസ് എന്താണ് ഒരുപാട് ഹണി എന്താണ് അവരുടെ സെൽസിൽ എന്താണ് കളക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഫിൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ ക്ലാമി സെൽസൊക്കെ എന്താണ് ഓവർ ബ്രീംഡ് ആയിട്ടുണ്ട്, അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഹണി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം ബീസിനെ സംബന്ധിച്ച് എന്താണ് സമ്മർ സീസണിലെ റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമാണ് എന്താണ് അപ്പോൾ ഈ ഒരു ഓട്ടം സീസണിൽ ഉണ്ടാകുന്ന ഫ്ലവേഴ്സും അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമാണ്. അല്ലെങ്കിൽ ഈ സമ്മർ ഡേയ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ് ഈ ഓട്ടം സീസണിലെ ഫ്ലവേഴ്സും എന്നാണ് ബീസ് കരുതി വച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ് ശരിക്കും എന്താണ് ഒരുപാട് ഫ്ലവേഴ്സ് ഓട്ടം സീസണിലും ബ്ലൂം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ബീസ് കരുതുന്നത് എന്താണ് ഈ ഒരു വാം ഡേയ്സ് ഒരിക്കലും സീസ് ആവില്ല എന്നാണ് ബീസ് കരുതി വെച്ചിരുന്നത്. അങ്ങനെ അവരെന്താണ് സമ്മർ സീസണിൽ ഒരുപാട് ഹണീസും മറ്റും എന്താണ് അവരുടെ സെൽസിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഓവർ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് ഈ നിറഞ്ഞു നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഓവർ ഡ്രീം എന്ന് പറയുന്നത്. ഇപ്പോൾ എഡ്ജ് വരെ ഫുള്ളായതിനെ നമ്മൾ പറയും. അപ്പോൾ അവരുടെ സെൽസൊക്കെ എന്താണ് ഓവർ ഡ്രീം ആയിട്ടുണ്ട് ഹണി കൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ചാൻസയിൽ പറയുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെല്ലോ ഫ്രൂട്ട്ഫുൾനെസ് എന്നാണ് ഓട്ടം സീസണിന് പറയുന്നത് അല്ലേ. ഫോഗിൻ്റെ അതുപോലെ തന്നെ ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെ അല്ലെങ്കിൽ ഫെർട്ടൈലിറ്റി പ്രൊഡക്ഷൻ്റെ ഒരു സീസണാണ് ഓട്ടം സീസണെ ഫസ്റ്റ് പോയിട്ട് പറയുന്നത്. അപ്പോൾ അത്രത്തോളം പ്രൊഡക്റ്റീവായിട്ടുള്ള ഫെർട്ടൈലായിട്ടുള്ള ഒരു നല്ല ഒരു സീസൺ ആയിട്ടാണ് ഓട്ടം സീസണിനെ അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞത് ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്യൂറിങ് സൺ അല്ലേ. മെച്യൂറിങ് സണ്ണിൻ്റെ ബോസം ഫ്രണ്ടായിട്ടാണ് പിന്നെ ഓട്ടം സീസണിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ട് ഫ്രണ്ട്സും തമ്മിൽ എന്താണ് കോൺസ്പയറിങ് ചെയ്യാണ്, അല്ലെങ്കിൽ ഓട്ടം സീസണ് മെച്യൂറിങ് സണ്ണുമായിട്ട് കോൺസ്പയറിങ് ചെയ്യാണ്. എന്താണ് കോൺസ്പയറിങ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ എന്താണ് നമ്മുടെ നേച്ചറിലുള്ള ഫ്രൂട്ട്സിനെ എങ്ങനെയൊക്കെ ബ്ലെസ് ചെയ്യാം എന്നാണ് അവർ കോൺസ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഈ താച്ച് കോട്ടേജസിൻ്റെ മേലെ കൂടി എന്താണ് ഒരുപാട് വൈൻസ് മുന്തിരി വള്ളികൾ പോകുന്നുണ്ട്. അതാണ് റൂഫായിട്ട് അതിൻ്റെ മേലെ കൂടി റൂഫിൽ കൂടെ പോകുന്നുണ്ട്. ആ മുന്തിരി വള്ളികളൊക്കെ എന്താണ് എങ്ങനെ മുന്തിരികൾ നിറക്കാം, അതുപോലെ തന്നെ കോട്ടേജ് ട്രീസ് അല്ലെങ്കിൽ കോട്ടേജസിലുള്ള ആപ്പിൾ ട്രീസ്, മോസുമായി കവർ ചെയ്യപ്പെട്ട ഈ ആപ്പിൾ ട്രീസ് ഒക്കെ ഒരുപാട് ആപ്പിൾസ് കൊടുത്ത് എത്രത്തോളം അതിനെ ബെൻഡ് ചെയ്യിപ്പിക്കാം, അങ്ങനെയുള്ള കൺസ്പയറിംഗ് ഒക്കെയാണ് അവർ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ എല്ലാ ഫ്രൂട്ട്സിനും എന്താണ് അതിൻ്റെ റൈപ്നെസ് അല്ലെങ്കിൽ ഒരു സ്വീറ്റ്നെസ് ഒക്കെ കൊടുത്ത് എങ്ങനെ ബ്ലെസ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ എന്താണ് ഈ ഒരു സീസൺ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓട്ടം സീസണും സണ്ണും കൂടി ഇതൊക്കെ എന്താണ് ഈ നാച്ചുറൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വെജിറ്റബിൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോഡ്സ് ഇങ്ങനെയുള്ള പംകിൻസ് കുക്കുംബർ മാതിരിയുള്ള വെജിറ്റബിൾസിനൊക്കെ എത്രത്തോളം ബിഗ് ആക്കാം, എത്രത്തോളം ഫുൾഡ് ആക്കാം, അല്ലെങ്കിൽ എത്രത്തോളം സ്വെല്ലാക്കാം. അതുപോലെ തന്നെ ഹാസൽ ഷെൽസ് അല്ലെങ്കിൽ ഹാസൽ പ്ലാന്റിലുള്ള അതിൻ്റെ നെറ്റ്സ്, അതിൻ്റെ ആ ഒരു സ്വീറ്റ് കേർണൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വീറ്റ് കോഡ് അല്ലെങ്കിൽ ഇതിനൊരു സ്വീറ്റ് സെൻറ്റർ എത്രത്തോളം സ്വീറ്റ്നെസ് അതിന് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സ് എന്താണ് ഓട്ടം സീസണിലും ബഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സ് ആ ഒരു സീസണിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ ബഡ് ചെയ്യാൻ എത്രത്തോളം ബ്ലെസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ബീസൊക്കെ എന്താണ് ഈ ഫ്ലവേഴ്സിൽ നിന്നും എന്താണ് അതിൻ്റെ സ്വീറ്റ്നെസ് നുകരുന്നുണ്ട്. എന്നിട്ട് ഫ്ലവേഴ്സിന് ചുറ്റും ഇതാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു പോളിനേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, വേറെ പറഞ്ഞത് എന്താണ് ഈ ഒരു വാം ഡേയ്സ് സമ്മർ ഡേയ്സ്, ആ ഒരു വാം ഡേയ്സ് എന്താണ് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല എന്നാണ് ബീസ് കരുതി വെച്ചിട്ടുള്ളത്. പിന്നെ അവരെന്താണ് സമ്മർ സീസണിൽ അവരുടെ സെൽസൊക്കെ എന്താണ് ഹണി കൊണ്ട് ഒരുപാട് ഹണി കളക്ട് ചെയ്തിട്ട് എന്താണ് അവരുടെ സെൽസൊക്കെ ഓവർബ്രീംഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ 11 ലൈൻസ് വരുന്നുണ്ട്. ആ ഒരു 11 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. അതിലും എന്താണ് നെക്സ്റ്റ് സ്റ്റാൻസയിൽ ഒരു 11 ലൈൻസ് വരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഓൾ.